ചരിത്രത്തെക്കാൾ പഴക്കമുള്ളത്, പാരമ്പര്യത്തെക്കാൾ പുരാതനമായത്, ഇതിഹാസങ്ങൾ പിറക്കുന്നതിന് മുൻപ് സൃഷ്ടി കൊണ്ടത്, ഭാരതത്തിന്റെ ആദി നഗരം എന്നറിയപ്പെടുന്ന കാശി. ഋഗ്വേദത്തിൽ പ്രകാശം എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന കാശെ എന്ന പദത്തിൽ നിന്നും പരിണമിച്ച് സർവജ്ഞാനത്തിന്റെയും ആദി സ്ഥലമായി രൂപം കൊണ്ട കാശി നഗരത്തിലൂടെയാണ് പ്രയാണത്തിന്റെ ഇന്നത്തെ യാത്ര. Before going into the video, please subscribe to my channel and click the bell button. If you like the video, don't forget to like and comment. ഹിന്ദു വേദഗ്രന്ഥമായ ഋഗ്വേദത്തിൽ തുടങ്ങി പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം പ്രതിപാദിക്കുന്ന പുണ്യസ്ഥലമാണ് കാശി. യുഗങ്ങളുടെ അന്ത്യയാമത്തിൽ സർവനാശിയായി ഭവിക്കുന്ന പ്രളയത്തിന്റെ സമയത്ത് കാശിയെ ഭഗവാൻ ശിവൻ തന്റെ ശൂലത്തിൽ താങ്ങി നിർത്തുകയും പ്രളയാനന്തരം ഭൂമിയിൽ സ്ഥാപിച്ചു എന്നുമാണ് കഥകൾ പറയുന്നത്. വാരണാസിയിൽ ഗംഗാമാതാവിന്റെ നീർത്തടങ്ങളിൽ കുടികൊള്ളുന്ന ഘാട്ടുകൾ അഥവാ തീരങ്ങളിലെ ഗ്രാമങ്ങളാണ് കാശിയുടെ മറ്റൊരു പ്രത്യേകത. 80-ൽ പരം ഘാട്ടുകൾ ചേർന്നതാണ് കാശിയിലെ ആവാസ വ്യവസ്ഥ. മണികർണിക ഘാട്ടും ഹരിശ്ചന്ദ്ര ഘാട്ടും ദശമേശ ഘാട്ടും ഇവയിൽ പ്രാധാന്യം അർഹിക്കുന്ന ചിലതു മാത്രമാണ്. സത്യസന്ധതയും ധർമ്മബോധവും ജീവിതവ്രതമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലെ രാജസിംഹാസനം ഉൾപ്പെടെ സകലതും ത്യജിക്കേണ്ടി വന്ന, എന്നാൽ മനുഷ്യജന്മത്തിലെ ആത്യന്തിക മോക്ഷമായ മുക്തി നേടുകയും ചെയ്ത ഹരിശ്ചന്ദ്ര മഹാരാജാവ് തന്റെ മർത്യജന്മത്തിന്റെ അവസാന ഭാഗം ജീവിച്ചു തീർത്തത് ഈ പുരാതന ഭൂമികയിൽ ആയിരുന്നു. അതിനാലാണ് ഇവിടം ഹരിശ്ചന്ദ്രഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവിതത്തിന്റെ മണിമുഴക്കങ്ങളുടെ അലയൊലികൾ നിലയ്ക്കുമ്പോൾ വെട്ടിപ്പിടിച്ചതും തട്ടിയെടുത്തതും ദാനം ലഭിച്ചതും എന്തിന് സ്വന്തം എന്ന് അഹങ്കരിച്ച് കൂടെ കൊണ്ടുനടന്ന ഈ ശരീരമാകുന്ന മാംസപിണ്ഡത്തെയും ഉപേക്ഷിച്ച് ലൗകിക പുരുഷാർത്ഥങ്ങളായ ധർമ്മം, അർത്ഥം, കാമം എന്നിവയിൽ നിന്നും മുക്തി നേടി മോക്ഷമാകുന്ന പരമാർത്ഥത്തെ മനുഷ്യന് പ്രദാനം ചെയ്യുന്ന സ്ഥലമാണ് മണികർണിക. ഇവിടെ ചിലവിടുന്ന ഓരോ നിമിഷങ്ങളിലും മനുഷ്യനിലെ അഹങ്കാരമെന്ന ശത്രുവിനെ അലിയിച്ചില്ലാതാക്കാൻ കഴിവുള്ള ഒരേ ഒരു മണ്ണാണ് ഇവിടം. കാശി ക്ഷേത്രത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്നുമാണ് എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ കുടികൊള്ളുന്ന കാശി വിശ്വനാഥിനെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് കൽപ്പിക്കുന്നത്. അതിനാൽ തന്നെ യുഗയുഗാന്തരങ്ങളായി പൂജകൾ ഏറ്റുവാങ്ങിയും മനുഷ്യ സഹവാസം ഒന്നും തന്നെ ഇല്ലാതെയും തകർക്കപ്പെട്ട നിലയിലുമെല്ലാം ഈ പുരാതന ക്ഷേത്രം ഈ മണ്ണിൽ നിലകൊണ്ടിട്ടുണ്ടാവും. ഈ യാതനകളെല്ലാം മറികടന്ന് ഇന്ന് നാം കാണുന്ന സ്വർണ്ണ ഗോപുരങ്ങളോടുകൂടിയ ഈ കാശി വിശ്വനാഥ ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ മറാഠ റാണിയായിരുന്ന അഹല്യാഭായി ഹോൾക്കർ നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാ നദിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വിശാലമായ ഇടനാഴി 2019-ൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വാരണാസിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാനുള്ള പദ്ധതിയായിരുന്നു ഇത്. ഈ പദ്ധതിയുടെ ഭാഗമായി മ്യൂസിയം, ലൈബ്രറി, ഡിജിറ്റൽ ഷോ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളിൽ കൂടി ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കാശി നഗരത്തെക്കുറിച്ചും ഈ ക്ഷേത്രത്തിന്റെ പൗരാണികതയെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് നൽകുകയും അത് വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുകയും ചെയ്തു.
മുഗൾ ഭരണാധികാരികളുടെ മതമേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനിടയിൽ നിരവധി തവണ തച്ചുടയ്ക്കപ്പെട്ട ഈ ക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഘോറി തച്ചു തകർത്ത് ക്ഷേത്ര അസ്ഥിവാരത്തിൽ ഒരു പള്ളി പണികഴിപ്പിച്ചതിന്റെ അടയാളവും പേറിയാണ് ഇന്നും നിലകൊള്ളുന്നത്. ആ സമയത്ത് ക്ഷേത്ര പൂജാരി വിഗ്രഹവുമായി ശിവനെ അഭിഷേകം നടത്തുന്ന ഗ്യാൻവാബി എന്ന കിണറ്റിലേക്ക് ചാടി ജീവത്യാഗം ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ക്ഷേത്ര മതിലിനോട് ചേർന്ന് തന്നെ ഈ പള്ളി ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ക്രൂരതയുടെയും തകർത്തെറിയപ്പെട്ട ബിംബങ്ങളുടെയും തച്ചു തകർത്ത ക്ഷേത്ര സമുച്ചയങ്ങളുടെയും ഇടയ്ക്ക് ആരാലും ഒന്ന് അനക്കാൻ പോലും സാധിക്കാത്ത ഒരു നന്ദി വിഗ്രഹം ഇന്നും ഈ ക്ഷേത്രത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്വാഭിമാനം വീണ്ടെടുക്കുന്ന നാളുകളെയും ഓർത്ത് ഭക്തർ ചെവിയിൽ ഓതുന്ന സങ്കടങ്ങളും പേറിക്കൊണ്ട് ഭക്തർക്ക് മുക്തിമാർഗം പ്രദാനം ചെയ്യുന്ന ഗ്യാൻവാബിയിലെ തന്റെ ഭഗവാന്റെ ഉയർത്തെഴുന്നേൽപ്പും കാംക്ഷിച്ചുകൊണ്ടാണ് ആ നന്ദി വിഗ്രഹം ഇന്നും ഇവിടെ കുടികൊള്ളുന്നത്. വാരണാസി ശരിക്കും എന്നെ അതിശയിപ്പിച്ച ഒരു നഗരം തന്നെയാണ്. ഭാരതത്തിലെ പുണ്യപുരാതന നഗരങ്ങളിൽ ഒന്ന് എന്നതിനപ്പുറം ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികളെ പൗരാണിക പന്താവിലൂടെ കൈപിടിച്ച് നടത്തുന്ന ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ഇവിടം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മനോരഞ്ജിതമായ സ്ഥലങ്ങളിൽ നിന്നോ സഞ്ചാരികൾ നേടിയെടുക്കുന്ന നയനമനോഹര കാഴ്ചകൾക്കുമപ്പുറം യഥാർത്ഥ ജീവിതത്തിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകളെ എത്തിക്കുന്ന അനുഭവമാണ് കാശി സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. ഓരോ യാത്രകൾ തീരുമ്പോഴും നാം നേടിയെടുത്ത സന്തോഷത്തിന്റെ അനുഭൂതിയും കൊണ്ടാണ് തിരിച്ചു പോവാറ്. എന്നാൽ കാശി തികച്ചും വ്യത്യസ്തമാണ്. ഒരിക്കലും നമ്മുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് കാശിയിൽ നിന്നും ഒരു മടക്കയാത്ര സാധ്യമല്ല. നമ്മുടെ ആത്മാവിനെ പിടിച്ചു നിർത്തുന്ന ഇനിയും എന്തോ ഒന്ന് അനുഭവിക്കാൻ ഇവിടെ ബാക്കിയുണ്ട് എന്ന ഉൾവിളിയോടെ കുറ്റബോധത്തിൽ വീണ്ടും എത്തിച്ചേരാമെന്ന് മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഗംഗാമാതാവിന്റെ തീരങ്ങളിൽ എന്തൊക്കെയോ സ്വപ്നങ്ങളെ കെട്ടിനിർത്തിക്കൊണ്ട് മാത്രമേ കാശിയിൽ നിന്നും വിട പറയാൻ സാധിക്കൂ. ബാക്കിവെച്ച സ്വപ്നങ്ങളും പേറി സഞ്ചാരത്തിന്റെ അനന്ത തീരങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ പ്രയാണത്തിന്റെ ഈ യാത്രയും ഇവിടെ നിർത്തുന്നു.